കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് മോർണിംഗ് പ്രയറിൽ എനിക്ക് സജീവമാകാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റങ്ങൾ മൊത്തം കേടായി. എനിക്ക് ചെറിയ മിക്സറും ഒരു ബോക്സും ഉണ്ട്, അത് കേടായി. അതിൻ്റെ ശബ്ദം അത്ര ക്ലിയർ അല്ല. അതുകൊണ്ടാണ് എനിക്കത് ഇന്ന് രാവിലെയും ഞങ്ങൾ കുറേ പണിപ്പെട്ടു അതൊന്ന് ക്ലിയർ ആക്കാൻ നോക്കി, അത് നടന്നില്ല. അതുകൊണ്ടാണ് മോർണിംഗ് പ്രയറിൽ ഇത്ര ലേറ്റ് ആയത്. പക്ഷേ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് പുതിയ സിസ്റ്റം ദൈവം തരേണ്ടതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇത് ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് ഒരു ഗാനത്തിൻ്റെ ചില പല്ലവികൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും തന്നെ നല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും തന്നെ നല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യേ നല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ട്, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യേ നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യേ നല്ലവൻ. വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അറിയിക്കാം. വിശുദ്ധ ബൈബിളിൽ അനേക ചിന്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേക ഭക്തന്മാർക്ക് ദൈവം തക്ക സമയത്ത് മറുപടി നൽകിക്കൊടുത്തത് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും അത് സാധ്യമായി തീരട്ടെ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ നിരാശകളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അറിയിക്കാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. പല വിധത്തിൽ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്നവരാണ് ഈ ലൈവിൽ നമ്മൾ ശ്രമിക്കുന്നവർ പലരും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഒത്തിരി ദൈവമക്കൾ വിളിക്കുകയും ഒത്തിരി പ്രിയപ്പെട്ടവർ അവരുടെ ആവശ്യങ്ങൾ പറയുവാനൊക്കെ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തരുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുമ്പോൾ അതിന് മറുപടിയുണ്ട്. തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന അനേകം മാതാപിതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിച്ചൊരു പ്രാർത്ഥന അപേക്ഷിപ്പാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവർ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകി തരും. തലമുറകളെ ദൈവമാണ് നൽകി തന്നത് കൊണ്ട് അവരെ ദൈവം സംരക്ഷിക്കും. നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിക്കട്ടെ. അതിനായി നമുക്ക് മുട്ടിപ്പായി ദൈവത്തിലെ നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, നമ്മുടെ ആത്മീയ ഭൗതിക വിഷയങ്ങൾ അനേകമുണ്ട്. നമ്മൾ അഭിമുഖീകരിക്കുന്ന അനേക വിഷയങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ നാം കടന്നു പോകുന്നത്. ഒത്തിരി വിഷയങ്ങൾ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന്ന് രാവിലെ നമ്മളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ: അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മെ കരുതുന്ന, നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ദൈവം നമ്മളെ സഹായിക്കും.
നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഭാരമുള്ളിൽ നേരിടുമ്പോൾ, പ്രയാസമുള്ളിൽ നേരിടുമ്പോൾ സാരമില്ലെന്ന് അരികെ വന്ന് ഓതുന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ ദൈവം സൂക്ഷിച്ചു. ആപത്തുനിന്ന് മരണത്തിൽ ഞങ്ങളെ വിടുവിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഇത് പകൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ. ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും മയിൽഭവനങ്ങളെയൊക്കെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സംരക്ഷിക്കണമേ, സൂക്ഷിക്കണമേ, തിരുകൃപയിൽ പൊതിയണമേ. അവർ ചെയ്യുന്ന യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ, ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും ദൈവിക കൃപ കൂടെ ഇരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കടന്നു പോയിരിക്കുന്നു കർത്താവേ, അവരുടെ യാത്രയിൽ കൂടിയിരിക്കണമേ. അവർ കയറുന്ന വാഹനങ്ങളിൽ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവരുടെ സ്കൂൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ആപത്തു നിന്ന് അനർത്ഥങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ച് സംരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരെ ദൈവം സംരക്ഷിക്കണമേ. മറ്റ് പഠനങ്ങൾക്കായി കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിച്ച് പരിപാലിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തിരുകൃപ എല്ലാവരുടെ മേലും ഉണ്ടാക്കണമേ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൽക്കാലം ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും എല്ലാവരുടെ മേലും ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന മേഖലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അവരുടെ ജോലിയിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ആവശ്യങ്ങളൊക്കെ സഹായിക്കണം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായി സ്തോത്രം. ദേശത്തും വിദേശത്തുമായ കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെയും ക്രിസ്തീയ മാധ്യമങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ സഭകളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം. നല്ല പ്രോഗ്രാമുകളും നല്ല അവസരങ്ങളും വേദികളൊക്കെ അവർക്ക് ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് സഹായിക്കണമേ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചതിനായ സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന ദൈവമാണല്ലോ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ്, മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ, ഇന്ന് പകലിൽ എല്ലാത്തിനും സൗഖ്യവും വിടുതലും ആശ്വാസവും ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സ്തോത്രം. തിരുകൃപ കൂടിയിരിക്കണമേ. വിലാപ ഭവനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് നടക്കുന്ന എല്ലാ കർത്താവ് അടക്കാരാധന ശുശ്രൂഷകളെയും ദൈവം മാനിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെല്ലാം അനുകൂലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന കുടുംബങ്ങളെയും കർത്താവ് വ്യക്തികളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവക്കാരൻ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ നൽകി തരണമെന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ എനിക്കൊരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അത് എത്രയും വേഗം എൻ്റെ കരങ്ങളിൽ ദൈവം തരേണ്ടതിന് വേണ്ടി ഇന്ന് രാവിലെ നാം കേട്ടതുപോലെ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മളെ കരുതുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മെ വഴി നടത്തുന്ന ദൈവം ഈ ദിവസങ്ങൾ അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ മിക്സർ കേടാണ്, എൻ്റെ ബോക്സ് കേടാണ്, അതെല്ലാം കേടായിട്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വേളയിൽ നമുക്ക് പരസ്പരം ഓർക്കുക. ദൈവം അത്ഭുത വഴികളെ തുറക്കട്ടെ. ഇന്ന് പകലിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും ദൈവം നൽകി തരട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ചൊരിയട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കും.